വെൽക്കം ടു സൈക്യൂ ലേണിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് ടൂയിലേക്ക് നമ്മൾ കിടക്കാണ്. അപ്പൊ ആദ്യം നമ്മൾ ബ്ലോക്ക് 1 എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? മീനിങ് അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ മീനിങ്, അതിന്റെ നേച്ചർ, സ്കോപ്പ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ബർട്ട്ലാൻഡിന്റെ റിപ്പോർട്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ അതിന്റെ മേജർ കോമ്പോണൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. മേജർ കോമ്പോണൻസ് എന്തൊക്കെയായിരുന്നു? 3 കോമ്പോണൻസ്. അതിന് ഞാനൊരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോഡ് വെച്ച് നോക്കുക. പിന്നെ 3ാമത്തെ യൂണിറ്റിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് പലതരത്തിലുള്ള അപ്രോച്ചസ് ആണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ അപ്രോച്ചസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ ഏതാണെന്നുള്ളത് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അതൊന്ന് ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കുക. ഇനി 4ാമത്തെ യൂണിറ്റിൽ, ഫസ്റ്റ് ബ്ലോക്കിൽ 4ാമത്തെ യൂണിറ്റിൽ നമ്മൾ ഗോൾസിനെ കുറിച്ചിട്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഗോൾസിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൊത്തം 17 ഗോൾസ് ആണ് ഉള്ളത്. അപ്പൊ അത് എല്ലാം ഈച്ച് ആൻഡ് എവരി വൺ നമ്മൾ ആ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്തത് കടക്കാൻ പോകുന്നത് ബ്ലോക്ക് 2ലേക്കാണ്. ബ്ലോക്ക് 2ൽ നമുക്ക് 3 യൂണിറ്റ് ആണുള്ളത്. ബ്ലോക്ക് 2ന്റെ പേര് വരുന്നത് ഡെവലപ്മെന്റ്, സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഇതിന്റെ പേര് വരുന്നത്. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മൊത്തമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഡെവലപ്മെന്റും സസ്റ്റൈനബിലിറ്റി, ക്ലൈമറ്റിക് ചേഞ്ചിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ 3 യൂണിറ്റിലൂടെ, ഈ ബ്ലോക്കിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 5ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പൊ 5ാമത്തെ യൂണിറ്റിന്റെ പേര് വരുന്നത് എന്താണ്? കോൺസെപ്റ്റ്സ് ഓഫ് ഗ്ലോബൽ കോമൺസ് ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ച്. 6ാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണൽ കൺവെൻഷൻ ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. 7ാമത്തെ യൂണിറ്റിൽ നമ്മൾ എടുക്കുന്നത് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ഡെവലപ്മെന്റ്, സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ച്, കേസ് ഫോർ ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. അങ്ങനെ 3 യൂണിറ്റ് ആണ് നമ്മൾ ബ്ലോക്ക് 2ൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്ലോക്ക് 2ലെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഓഫ് ഗ്ലോബൽ കോമൺസ് ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ച് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ, റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് എന്തിനെ ലീഡ് ചെയ്യുന്നു? റിസോഴ്സ് എക്സ്ട്രാക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് ആദ്യമായിട്ട്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ പറയാനാണെങ്കിൽ എന്താണ്? ഓവർ യൂസ് ബിയോണ്ട് നാച്ചുറൽ റിപ്ലേനിഷ്മെന്റ്. ദെൻ അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഇൻക്രീസസ് ആക്സസ്. അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റിസോഴ്സസ് ഉപയോഗിക്കുന്നതിലേക്കുള്ള ആക്സസ് എന്ത് ചെയ്യുന്നു? ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ലൈക്ക് ഫിഷറീസ്, റിസർച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുന്നു. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരുന്നതിലൂടെ ഇതൊക്കെ എന്ത് ചെയ്യുന്നു? എൻഹാൻസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് എന്തിലേക്ക് കടക്കുന്നു? ഒരു കൺസർവേഷൻ അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റിയിലേക്ക് ഇത് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ഈ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് മീൻസ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ റിസോഴ്സസിലേക്ക് ആക്സസ് കൂടുന്നു. അപ്പൊ ആ ഒരു സംഭവത്തിലൂടെ എന്ത് ചെയ്യുന്നു? അത് എന്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്? കൺസർവേഷൻ അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റിയിലേക്ക് ഇതൊക്കെ നയിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്താണ് കോമൺസ്, എന്തുകൊണ്ടാണ് ഗ്ലോബൽ കോമൺസ് ഒരു പ്രധാന ഘടകമാകുന്നത് അല്ലെങ്കിൽ മാറ്റർ ചെയ്യുന്നതെന്നൊന്നും ചോദിക്കുകയാണെങ്കിൽ, ഏർലിയർ ടൈംസിൽ കുറച്ചു കാലം മുമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് ഇന്നാക്സസിബിളും അബണ്ടന്റും ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് എന്താണ്? ഹൈ ഡിമാൻഡും ടെക്നോളജിക്കൽ എൻഹാൻസ്മെന്റ് വന്നതുകൊണ്ട് ഇതിനൊക്കെ എന്തെന്ന് പറയുന്നത് ഭയങ്കര ഹൈ ഡിമാൻഡ് ആയിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ആയിട്ട് എന്താണ്? ഡിപ്ലീഷനും എൻവയോൺമെന്റൽ റിസ്ക്സും കൂടി വരികയാണ്. എന്താ വെച്ചാൽ, പണ്ട് കാലത്ത് നമുക്ക് എന്താ പറയാ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ റെഫ്രിജറേറ്ററിൽ നിന്ന് വരുന്ന ഗ്യാസ് നമുക്ക് അത്രയും പൊല്യൂട്ടഡ് ആണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് വരുന്ന ഗ്യാസ് മൂലം നമുക്ക് ഓസോൺ ലെയറിൽ മീൻസ് ഇത് സംഭവിക്കുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാലോ. അപ്പം അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഓസോൺ ലെയറിനെ. അപ്പൊ അത് നമുക്ക് നല്ലതല്ലല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് പണ്ട് കാലത്ത് അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇന്നാക്സസിബിളും അബണ്ടന്റും ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് ടെക്നോളജി വന്നതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പൊ അത് എന്തിലേക്ക് നയിക്കുന്നു? ഡിപ്ലീഷനിലേക്ക് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ റിസ്കിലേക്ക്. അതുമൂലം മനുഷ്യന്റെ നമ്മളുടെ ഒരു ലിവിങ്ങിനെ തന്നെ അത് ബാധിക്കുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നു? ക്ലൈമാറ്റിക് ചേഞ്ചിനെയും വളരെ നല്ല രീതിയിൽ ഇത് ബാധിക്കും. ഓക്കെ, അതാണ്
എന്തുകൊണ്ടാണ് ഗ്ലോബൽ മാറ്റേഴ്സ് അഥവാ ഗ്ലോബൽ കോമൺ മാറ്റർ ആവുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് കോമൺസിന്റെ മീനിങ്, കോമൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് ഷെയർഡ് റിസോഴ്സ് യൂസ്ഡ് കളക്റ്റീവ്ലി, അഥവാ റിസോഴ്സസ് ഷെയർഡ് ചെയ്തിട്ടുള്ള റിസോഴ്സസ് അതെന്ത് ചെയ്യുക, യൂസ്ഡ് കളക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മീനിങ് ആയിട്ട് അഥവാ കോൺസെപ്റ്റ്. ഈ കോമൺസ് എന്ന് പറഞ്ഞ വേർഡ് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയർഡ് റിസോഴ്സ് യൂസ്ഡ് കളക്റ്റീവ്ലി എന്നുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ എക്സ്ക്ലൂഷൻ, അതുപോലെ തന്നെ സബ്സ്ട്രാക്റ്റബിലിറ്റി അഥവാ എക്സ്ക്ലൂഷനും സബ്സ്ട്രാക്റ്റബിലിറ്റിയും ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഒരു മീനിങ് വരുന്നത്. അഥവാ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒന്നിനെയും റെസ്ട്രിക്ട് ചെയ്യുന്നില്ല, ക്യാൻ ബി റെസ്ട്രിക്ട് ആക്സസിനെ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സബ്സ്ട്രാക്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഡസ് യൂസ് റെഡ്യൂസ് അവൈലബിലിറ്റി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ മീനിങ് വരുന്നത്. അപ്പൊ മീനിങ് എന്താണ്? ഷെയർഡ് എന്തായാലും ഷെയർഡ് ആയിട്ടുള്ള റിസോഴ്സസ് യൂസ്ഡ് കളക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക, ഷെയർഡ് ആയിട്ടുള്ള റിസോഴ്സസ് എന്ത് ചെയ്യുക, കളക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ്. ഈ ഒരു കോമൺ എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ മീനിങ് വരുന്നത്. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്? എക്സ്ക്ലൂഷനെയും അതുപോലെ തന്നെ സബ്സ്ട്രാക്റ്റബിലിറ്റിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കോമൺ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് സ്റ്റാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കോമൺ പൂൾ റിസോഴ്സസ്. അപ്പൊ എന്തൊക്കെയാണ് കോമൺ പൂൾ റിസോഴ്സസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻസ് അതിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ എക്സ്ക്ലൂഷനും ഹൈ സബ്സ്ട്രാക്റ്റബിലിറ്റിയും ആണ്. അതുപോലെ തന്നെ ഇതിനൊരു എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത് ഫോറസ്റ്റ്, ഫിഷറീസ് യൂസ്ഡ് ബൈ വൺ റെഡ്യൂസ്ഡ് അവൈലബിലിറ്റി ഫോർ അതേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം കോമൺ പൂൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഈ റിസോഴ്സസ് എന്തൊക്കെയാണ് ഈ റിസോഴ്സസിൽ വരുന്നത്, അഥവാ കോമൺ പൂൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇതെന്ന് പറയുന്നത് ലോ എക്സ്ക്ലൂഷൻ ആയിരിക്കും, അതുപോലെ തന്നെ ഹൈ സബ്സ്ട്രാക്റ്റബിലിറ്റി ആയിട്ടുള്ള റിസോഴ്സസ് ആയിരിക്കും. പിന്നെ ഇതിനൊരു എക്സാമ്പിൾ ആണ് ഫോറസ്റ്റുകൾ, ഫിഷറീസ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത റിസോഴ്സ് കോൺസെപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിത്തിങ് യൂസ്ഫുൾ ഫോർ ലൈഫ് ആണ് റിസോഴ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന്റെ മീനിങ് എന്ന് പറയുന്നത്. എന്താണ്? എനിത്തിങ്, എന്തിനായിക്കോട്ടെ അത് ജീവിക്കുന്നതിന് വേണ്ടി, ലൈഫിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള എനിത്തിങ് യൂസ്ഫുൾ ഫോർ ലൈഫ് എന്നുള്ളതാണ് റിസോഴ്സ് എന്ന് പറഞ്ഞ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസോഴ്സ് ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? ലൊക്കേഷൻ ഓഫ് ദ റിസോഴ്സസ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിസോഴ്സ് ഡൊമൈൻ എന്ന് പറയുന്നത്. പിന്നെ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത് ആക്സസ്, കൺട്രോൾ, യൂസിനെയാണ് പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ചെറിയ കോൺസെപ്റ്റ് ആണ്, അഥവാ റിസോഴ്സിനെ കുറിച്ചിട്ടുള്ള ചെറിയ നമ്മൾ ഈ വേർഡ് നമ്മൾ ഇനി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കോമൺ പൂൾ റിസോഴ്സസ് എന്തൊക്കെയായിരുന്നു? അതിന് എക്സാമ്പിൾ ആണെന്ന് പറയുന്നത് ഫോറസ്റ്റ്, ഫിഷറീസ് ഒക്കെ എന്താണ്? അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ലോ എക്സ്ക്ലൂഷനും അതുപോലെ തന്നെ ഹൈ സബ്സ്ട്രാക്റ്റബിലിറ്റി ഉള്ളതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ കോമൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിയോണ്ട് നാഷണൽ ജുറിസ്ഡിക്ഷൻ, ഗ്ലോബൽ എന്നുള്ള വേർഡ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവരും, ലോകത്തിലുള്ള എല്ലാം എന്നുള്ളതാണ് ഗ്ലോബൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഗ്ലോബൽ കോമൺസിൽ വരുന്ന ബിയോണ്ട് നാഷണൽ ജുറിസ്ഡിക്ഷൻ, അഥവാ ഒരു നാഷണൽ ഇന്ത്യ മാത്രമല്ലാതെ അതിന് മറിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗ്ലോബൽ കോമൺസിൽ വരുന്നത്. ആക്സസിബിൾ ടു ഓൾ നേഷൻസ് ആണ്, നോട്ട് ഓൺഡ് ബൈ എനി സിംഗിൾ കൺട്രി, ഒരു സിംഗിൾ രാജ്യം ഓൺ ചെയ്യുന്നതല്ല എന്നാണ് ഇതിന്റെ ഒരു മീനിങ് വരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ കോൺസെപ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള കോമൺ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ അതിന്റെ റിസോഴ്സസ്, കോമൺ പൂൾ റിസോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. അതുപോലെ ഗ്ലോബൽ കോമൺ എന്താണെന്നുള്ള കോൺസെപ്റ്റിന്റെ മീനിങ് ആണ് നമ്മളിപ്പോ നോക്കിയത്. ഇനി നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഗ്ലോബൽ വേഴ്സസ് ഇന്റർനാഷണൽ കോമൺസ്. അപ്പോൾ നമ്മൾ നോക്കിയല്ലോ കോമൺസ് എന്താന്ന് നമ്മൾ നോക്കിയല്ലോ. കോമൺസ് എന്തായിരുന്നു? ഷെയർഡ് റിസോഴ്സ് യൂസ്ഡ് കളക്റ്റീവ്ലി എന്നുള്ളതാണ്. ഓക്കെ, ഷെയർഡ് റിസോഴ്സ് യൂസ്ഡ് കളക്റ്റീവ്ലി എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഗ്ലോബൽ വേഴ്സസ് ഇന്റർനാഷണൽ കോമൺസ്, ഗ്ലോബലും ഇന്റർനാഷണൽ തമ്മിലുള്ള ആ ഒരു എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ കോമൺസ് എന്ന് പറഞ്ഞാൽ ഷെയർഡ് ബൈ സം കൺട്രീസ്, അഥവാ ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇന്റർനാഷണൽ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പല കൺട്രീസ് അല്ലെങ്കിൽ ചില കൺട്രീസ് ഷെയർ ചെയ്യുന്ന റിസോഴ്സസിനെയാണ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോമൺസ് എന്ന് പറയുന്നത്. ഗ്ലോബൽ കോമൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ ടു ഓൾ നേഷൻസ്, എല്ലാ നേഷനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അഥവാ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മെഡിറ്ററേനിയൻ സീ, ഔട്ടർ സ്പേസ് ഒക്കെയാണ്, മെഡിറ്ററേനിയൻ സീ വേഴ്സസ് ഔട്ടർ സ്പേസ് ഒക്കെയാണ് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, മെഡിറ്ററേനിയൻ സീ
ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്റർനാഷണലും ഗ്ലോബൽ കോമൺസ് എന്താന്നുള്ള കോൺസെപ്റ്റിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ഗ്ലോബൽ കോമൺസ്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ഗ്ലോബൽ കോമൺസ് ആണുള്ളത്? ഓഷ്യൻസ് ഒരു ഗ്ലോബൽ കോമൺ ആണ്, അഥവാ ഓഷ്യൻസ് എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ കോണ്ടിനെന്റ്സിനും നമുക്ക് ഒരുപോലെ ഇതാക്കാൻ പറ്റുന്നതാണ്. അറ്റ്മോസ്ഫിയർ എന്താണ്, ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കോമൺ ആണ്. അതുപോലെ തന്നെ എന്താണ്, അന്റാർട്ടിക്ക, ഔട്ടർ സ്പേസ്, ഇതൊക്കെയാണ് നമുക്ക് ഗ്ലോബലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കോമൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ടൈപ്സ് ഓഫ് കോമൺസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, മീൻസ് ഗ്ലോബൽ ആയിട്ടുള്ള കോമൺസ് ഉള്ളത്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചേഞ്ചിങ് സിനാരിയോ. ഇതിന്റെ ഒരു ചേഞ്ചിങ് സിനാരിയോ എന്ന് വരുന്നത് എന്താണ്? ഇൻക്രീസ് ഡിമാൻഡ് ഫോർ റിസോഴ്സസിന്റെ ഒരു എന്താണ് ഉപയോഗം ഇൻക്രീസ് ആവുന്നു, അല്ലെങ്കിൽ ഉപയോഗമല്ല, ഡിമാൻഡ് ഇൻക്രീസ് ആവുന്നു. അതുപോലെ തന്നെ സയന്റിഫിക് അഡ്വാൻസ്മെന്റ് കൂടുന്നു. അതുപോലെ തന്നെ ഗ്രോയിങ് നീഡ് ഫോർ ഗ്ലോബൽ കോപ്പറേഷൻ. ഇതിലൂടെ ഗ്ലോബൽ കോപ്പറേഷൻ എന്ത് ചെയ്യുന്നു? ഗ്ലോബൽ കോപ്പറേഷന്റെ നീഡ് വേണം, വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള, അല്ലെങ്കിൽ അതിന്റെ ഒരു നീഡ് അവിടെ വരികയാണെന്നുള്ളതാണ് ഇതിന്റെ ഒരു ചേഞ്ചിങ് സിനാരിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ കോമൺ, അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? കോമൺ എന്താണ്? കോമൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർഡ് റിസോഴ്സസ് യൂസ്ഡ് കളക്റ്റീവ്ലി എന്നുള്ളതാണ്. അപ്പൊ അത് എന്തിനെ ബേസ് ചെയ്തിട്ടുണ്ട്? എക്സ്ക്ലൂഷനെയും സബ്സ്ട്രാക്റ്റബിലിറ്റിനെയും ബേസ് ചെയ്തിട്ടാണ് അതുള്ളത്. അതിന് പിന്നെ പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരുന്നു കോമൺ പൂൾ റിസോഴ്സസ്? എന്തൊക്കെയായിരുന്നു? ഫോറസ്റ്റും ഫിഷറീസും ആണ് അതിന് എക്സാമ്പിൾ വരുന്നത്. പിന്നെ നമ്മൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള റിസോഴ്സസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് മീൻസ് അഥവാ ഗ്ലോബൽ കോമൺസ് എന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഇന്റർനാഷണൽ ആൻഡ് ഗ്ലോബൽ കോമൺസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് ടൈപ്സ് ഓഫ് ഗ്ലോബൽ കോമൺസ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ക്ലൈമാറ്റിക് ചേഞ്ച്. ക്ലൈമാറ്റിക് ചേഞ്ച് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ചോദ്യം ചോദിക്കുന്നുള്ള ഒരു തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ അതിന്റെ ഒരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു UNFCCC 1922 അക്കോർഡിംഗ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ക്ലൈമറ്റ് ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റി. അഥവാ ക്ലൈമാറ്റിക് ചേഞ്ച് എന്താണ് വരുന്നതെന്ന് വെച്ചാൽ, മീൻസ് എങ്ങനെയാ വരുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു മീനിങ് ആയിട്ട് ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാല് ചേഞ്ച് എന്താണ്? ക്ലൈമറ്റിൽ ഉണ്ടാവുന്ന, കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന മാറ്റം എന്തുകൊണ്ട്? മനുഷ്യന്മാരുടെ ആക്ടിവിറ്റി കൊണ്ട്, മനുഷ്യന്മാരുടെ പ്രവർത്തനം കൊണ്ട് ക്ലൈമറ്റിൽ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അറിയാവുന്ന കോൺസെപ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ മനുഷ്യന്മാരുടെ ഉപയോഗം അല്ലെ മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കാലാവസ്ഥയിൽ വരുന്ന മാറ്റത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത്. അഥവാ ചേഞ്ച് ഇൻ ക്ലൈമറ്റ് ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് എന്ത് ചെയ്യുന്നു? ഓൾട്ടേഴ്സ് ഗ്ലോബൽ അറ്റ്മോസ്ഫിയറിനെ തന്നെ മാറ്റുന്നുണ്ട്. ഒരു സ്ഥലത്തെ മാത്രമല്ല, മറിച്ച് എല്ലാവിടത്തെയും എന്ത് ചെയ്യുന്നു? ഗ്ലോബൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിനെ തന്നെ മാറ്റിമറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിയോണ്ട് നാച്ചുറൽ വേരിയബിലിറ്റി, നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതിനേക്കാൾ മീൻസ് നാച്ചുറലിനെ മറികടന്ന് എന്താണ് മാൻമെയ്ഡ് ആയിട്ട് മനുഷ്യന്മാരുണ്ടാക്കുന്നതാണല്ലോ. അപ്പൊ നാച്ചുറലി ഉണ്ടാക്കുന്നത് മനുഷ്യന്മാർ. ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ നമുക്ക് മഴ ലഭിക്കേണ്ട സമയത്ത് മഴ ലഭിക്കുന്നില്ല, അത് മഴ മീൻസ് വെയിൽ ഉണ്ടാവേണ്ട സമയത്ത് മഴ ലഭിക്കുന്നു. അപ്പൊ അതൊക്കെ മനുഷ്യന്മാരുടെ ആക്ടിവിറ്റി കൊണ്ട് ചേഞ്ച് ആയിട്ടുള്ളതാണ്. അത് ശരിക്കും നാച്ചുറൽ വേരിയബിലിറ്റി, ബിയോണ്ട് നാച്ചുറൽ വേരിയബിലിറ്റി ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നാച്ചുറലി നടക്കുന്നതിനേക്കാളുമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ലോങ് ടേം ചേഞ്ച് ഇൻ വെതർ പാറ്റേൺ, അഥവാ ലോങ് ടേം ചേഞ്ച് ഇൻ വെതർ പാറ്റേൺ ക്ലൈമാറ്റിക് ചേഞ്ച് നമ്മൾ സൂചിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് കോസ്ഡ് മെയിൻലി ബൈ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അഥവാ ക്ലൈമാറ്റിക് ചേഞ്ച് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ഫലം കൊണ്ടാണ്, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ മൂലമാണ് കൂടുതലായിട്ടുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾ നമ്മൾ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ക്ലൈമാറ്റിക് ചേഞ്ചിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്തെന്ന് പറയുന്നത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമുക്കൊരു ബേസിക് ആയിട്ട് ക്ലൈമാറ്റിക് ചേഞ്ചിന് ഒരു ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുക. ഇപ്പം നമ്മളെടുത്തൊരു മീൻസ് ഞാൻ ഓൾറെഡി പറയാറുണ്ട്, എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇൻട്രൊഡക്ഷൻ അങ്ങനെ കണ്ടന്റ് അങ്ങനെയാണ് നമ്മൾ എഴുതി പോവുക. അപ്പൊ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന സമയത്ത്
ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായാലും മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലൈമാറ്റിക് ചേഞ്ചിനെ കുറിച്ച് ചോദിക്കുക, ക്ലൈമാറ്റിക് ചേഞ്ച് അതിന്റെ അല്ലെങ്കിൽ അതിന്റെ എഫക്ട്സ് അങ്ങനെ എന്താണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലൊരു 3-4 വരിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാരഗ്രാഫിൽ നമ്മൾ ഇതിനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ എന്തായാലും ഉൾപ്പെടുത്തണം. ഓക്കെ, ഇനി അടുത്തത് ക്ലൈമാറ്റിക് ചേഞ്ച് ആസ് കോമൺസ് പ്രോബ്ലം. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയർ ഈക്വൽ ടു ഷെയർഡ് റിസോഴ്സസ് ആയിട്ടാണ് വരുന്നത്. പിന്നെ കനോട്ട് എക്സ്ക്ലൂഡ് യൂസേഴ്സിനെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ലിമിറ്റഡ് അബ്സോർപ്ഷൻ കപ്പാസിറ്റി ആണ് ഇതിലുള്ളത്. ഓക്കെ, അഥവാ ക്ലൈമാറ്റിക് ചേഞ്ചിന് നമ്മളൊരു കോമൺസ് പ്രോബ്ലം ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അറ്റ്മോസ്ഫിയറിന് എന്തായിട്ടാണ് മറ്റേ ഈക്വൽ ടു ഷെയർഡ് റിസോഴ്സസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കനോട്ട് എക്സ്ക്ലൂഡ് യൂസേഴ്സ്, നമുക്ക് യൂസേഴ്സിന് ഒരിക്കലും അഥവാ ഇത് ഉപയോഗിക്കുന്നത് ആരൊക്കെയാണോ അവരെ നമുക്ക് ഒരിക്കലും എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ലിമിറ്റ് അബ്സോർപ്ഷൻ കപ്പാസിറ്റി ആണ്, ലിമിറ്റഡ് അബ്സോർപ്ഷൻ കപ്പാസിറ്റി ആണ് ഇതിലുള്ളത്. ഓക്കെ, പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫെറിക് കോമൺസ് ലോജിക് ആണ്. അറ്റ്മോസ്ഫെറിക് കോമൺസ് ലോജിക് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ക്ലീൻ എയർ ഈക്വൽ ടു റിസോഴ്സസിനെ, ക്ലീൻ എയറിനെ റിസോഴ്സസ് ആയിട്ടാണ് ഇതിൽ കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പൊല്യൂഷൻ റെഡ്യൂസസ് ഇറ്റ്സ് ക്വാളിറ്റി, അഥവാ പൊല്യൂഷൻ എന്ത് ചെയ്യുന്നു, അതിന്റെ ക്വാളിറ്റീനെ റെഡ്യൂസ് ചെയ്യുന്നു. എമിഷൻസ് എന്താണ്, ഓവർ യൂസ് ഓഫ് കോമൺസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ കീ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്താ, നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. ഇത് നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. അതുപോലെ തന്നെ സബ്സ്ട്രാക്റ്റബിൾ ആണ്. ഗ്ലോബൽ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഒരു കൺട്രീനെ അല്ലെങ്കിൽ ഒരു വ്യക്തിനെ മാത്രമല്ല ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിനെ, സ്റ്റേറ്റിനെ മാത്രമല്ല ബാധിക്കുന്നത്. ഗ്ലോബൽ ആയിട്ട് തന്നെ ഇതിന്റെ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്ഥലത്ത് മാത്രമല്ല നമുക്ക് അതിന്റെ ഇമ്പാക്റ്റ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കീ ഫീച്ചേഴ്സ് ആണ് ഇതിനുള്ളത്, എന്തിന്, ക്ലൈമാറ്റിക് ചേഞ്ചിനുള്ളത്. ഓക്കെ, അപ്പം അപ്പൊ നമ്മൾ എന്താണ് ക്ലൈമാറ്റിക് ചേഞ്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ക്ലൈമറ്റ് ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റി ആണ്. ഇതെന്ന് പറയുന്നത് ലോങ് ടേം ആണ്. അതുപോലെ തന്നെ കോസ്ഡ് മെയിൻലി ബൈ മെയിൻ ഫാക്ടർ എന്താണ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. പിന്നെ ക്ലൈമാറ്റിക് ചേഞ്ചിനെ നമ്മൾ കോമൺസിന്റെ പ്രോബ്ലം ആയിട്ട് എടുക്കുമ്പോൾ എന്താണ്, അറ്റ്മോസ്ഫിയറിനെ ഷെയർഡ് റിസോഴ്സസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഇതെന്ന് പറയുന്നത് യൂസേഴ്സിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല, എല്ലാവർക്കും ഉപയോഗിക്കാമെന്നുള്ള ാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു, കീ ഫീച്ചേഴ്സ് ഒരിക്കലും മറക്കരുത്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്തൊക്കെയായിരുന്നു, 3 എണ്ണാണുള്ളത്. നോൺ എക്സ്ക്ലൂഡബിൾ ആണ്, സബ്സ്ട്രാക്റ്റബിൾ ആണ്, ഗ്ലോബൽ ഇമ്പാക്റ്റ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ട്രാജഡി ഓഫ് കോമൺസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറഞ്ഞാല് ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ആരാന്ന് വെച്ചാൽ ഗെററ്റ് ഹാർഡിൻ 1968 ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആരായിരുന്നു, ഗെററ്റ് ഹാർഡിൻ. ട്രാജഡി ഓഫ് കോമൺസ്. ഓക്കെ, ട്രാജഡി ഓഫ് കോമൺസ് ആരാണ്ടായി ബൈ ഗെററ്റ് ഹാർഡിൻ 1968. ഇപ്പൊ പേര് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം, കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പം ഇത് പറയുന്നത് വെച്ചാൽ ഇൻഡിവിജ്വൽസ് മാക്സിമൈസ് സെൽഫ് ഇൻട്രസ്റ്റ് ലീഡ്സ് ടു ഓവർ യൂസ് ആൻഡ് ഡിപ്ലീഷൻ. അഥവാ എന്താണ്, ഇൻഡിവിജ്വൽസ് ഓരോ വ്യക്തികളും സെൽഫ് ഇൻട്രസ്റ്റ് മാക്സിമൈസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓവർ യൂസിലേക്കും അതുപോലെ തന്നെ ഡിപ്ലീഷനിലേക്കും കാരണമാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. അഥവാ ഇപ്പൊ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കും, സെൽഫ് ഇൻട്രസ്റ്റിന് ഞാൻ പ്രാധാന്യം കൊടുത്തിട്ട് ഞാൻ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ, എൻ്റെ സെൽഫ് ഇൻട്രസ്റ്റ് മാക്സിമൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇത് ഒരുപാട് അഥവാ റിസോഴ്സസിന്റെ ഓവർ യൂസിന് കാരണമാകുന്നു. അഥവാ ലീഡ്സ് ടു ഓവർ യൂസ് ഓഫ് റിസോഴ്സസ്, അല്ലെങ്കിൽ അത് എന്തിന്, ഡിപ്ലീഷന് കാരണമാവുന്നു എന്നുള്ളതാണ് പറയുന്നത് ഈ ഒരു ഇതില് ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലൂടെ പറയുന്നത്. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ആണ് ഓവർ ഗ്രേസിങ്, പൊല്യൂഷൻ, ഫ്രീ റൈഡർ പ്രോബ്ലം ഒക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ എന്താന്ന് വെച്ചാല് നമ്മളിപ്പം ഒരു സ്ഥലത്തേക്ക് പോവാണെന്ന് വിചാരിക്കുക. എനിക്കും ഇപ്പൊ എന്റെ വീട്ടിലിപ്പോ 2 പേരുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് പോകേണ്ട സ്ഥലം കഴിഞ്ഞിട്ട് വേണം എന്റെ കൂടെയുള്ള ആൾക്കും പോവാന്. പക്ഷെ ഞങ്ങൾ 2 പേരും 2 വാഹനമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു വാഹനത്തിൽ പോയി ആദ്യം ഇറങ്ങുന്ന ആളെ ഇറങ്ങിയാൽ മറ്റേ ആൾക്ക് പോവാം. പക്ഷെ അങ്ങനെ ചെയ്യാതെ 2 പേരും 2 വാഹനം ഉണ്ടാക്കുന്ന സമയത്ത്, അഥവാ നമ്മുടെ സെൽഫ് ഇൻട്രസ്റ്റിനാണ് അവിടെ നമ്മൾ പ്രാധാന്യം കൊടുത്ത് നമ്മൾ മാക്സിമൈസ് ചെയ്യുന്ന സമയത്ത് 2 പേരും 2 വാഹനം ഉപയോഗിച്ച് പോകുന്ന സമയത്ത് എന്താണ്, അവിടെ പൊല്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ,
അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റിലൂടെ പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്, പൊല്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പൊല്യൂഷൻ കൂടുന്നു, ഓവർ ഗ്രേസിങ്, ഫ്രീ റൈഡർ പ്രോബ്ലം ഒക്കെയാണ് ഇതിന്റെ വരുന്നത്. അപ്പൊ ഇതൊക്കെ എന്തിന് കാരണമാവുന്നു? ഓവർ യൂസിന്, റിസോഴ്സസിന്റെ ഓവർ യൂസിന് കാരണമാവുന്നു. അതുപോലെ തന്നെ ഡിപ്ലീഷന് കാരണമാവുന്നു. ഇറ്റ് ക്രിയേറ്റ്സ് പൊല്യൂഷൻ ഓൾസോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഇത് ഉണ്ടാക്കുന്നു. ഇതാണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ ട്രാജഡി ഓഫ് കോമൺസിന്റെ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനി അടുത്തത് സൊല്യൂഷൻ സജസ്റ്റഡ് ബൈ. അപ്പൊ ഹാർഡിൻ ഇതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ പ്രൈവറ്റൈസേഷൻ, അതുപോലെ തന്നെ ഗവൺമെന്റ് കൺട്രോൾ കൊണ്ടുവരിക, റെസ്ട്രിക്റ്റഡ് ആക്സസ് റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. അഥവാ എല്ലാം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നുള്ള രീതി തന്നെയാണല്ലോ ഇപ്പോഴും. അപ്പൊ അതിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടുവരിക, മീൻസ് റിസോഴ്സസ് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്താണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ട് ഹാർഡിൻ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു? പ്രൈവറ്റൈസേഷൻ, ഗവൺമെന്റ് കൺട്രോൾ, പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരാ അല്ലെങ്കിൽ ഗവൺമെന്റ് കൺട്രോൾ കൊണ്ടുവരാ, പിന്നെ അതുപോലെ റെസ്ട്രിക്റ്റഡ് ആക്സസ് കൊണ്ടുവരാ എന്നുള്ളതാണ് ഇതിന് സൊല്യൂഷൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കോമൺ ഹെറിറ്റേജ് ഓഫ് മാൻകൈൻഡ് ആണ്, CHM. ഓക്കെ, CHM എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഹെറിറ്റേജ് ഓഫ് മാൻകൈൻഡ് ആണ്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചത് എന്താണ്? ട്രാജഡി ഓഫ് കോമൺസ് ആണ്. അപ്പൊ ഇതെന്ന് പഠിക്കുന്നത് എന്താണ്? കോമൺ ഹെറിറ്റേജ് ഓഫ് മാൻകൈൻഡ് ആണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ആരാണ് കൊണ്ടുവന്നത്? ആർവിഡ് പാർഡോ ആണ് ഇത് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, ബൈ ആർവിഡ് പാർഡോ. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ റിസോഴ്സ് ബിലോങ്സ് ടു ഓൾ ഹ്യൂമാനിറ്റി ഇൻക്ലൂഡ്സ് ഫ്യൂച്ചർ ജനറേഷൻ. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിൽ എന്താ പറയുന്നത്? റിസോഴ്സ് എല്ലാ മനുഷ്യന്മാർക്കും അല്ലെങ്കിൽ എല്ലാ ഹ്യൂമാനിറ്റിക്കും ഉള്ളതാണ്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഇപ്പൊ ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല, മറിച്ച് ഫ്യൂച്ചർ ജനറേഷനിലേക്ക് കൂടി അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷനും കൂടി ഉള്ളതാണെന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്താണ്? ഷെയർഡ് ഓണർഷിപ്പിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇക്വിറ്റി, അഥവാ ഇപ്പോൾ ജനറേഷൻ അനുഭവിക്കുന്നു, അടുത്ത ജനറേഷൻ അനുഭവിക്കുന്നു. അപ്പൊ അവിടെ ഒരു എന്താണ്? ഇക്വാലിറ്റി, ഒരു ഈക്വൽ ബാലൻസ് ആണ് അവിടെ വരുന്നത്. അപ്പൊ ഇക്വിറ്റി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇക്വാലിറ്റി വരുന്നു അവിടെ. അതുപോലെ തന്നെ ഗ്ലോബൽ റെസ്പോൺസിബിലിറ്റി ആണ്. ഗ്ലോബൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഇപ്പൊ ജീവിക്കുന്നവരുടെ, ഇനി ഫ്യൂച്ചർ ജീവിക്കാൻ പോകുന്നവരുടെ, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി ശേഖരിക്കുക എന്നുള്ളത്. നമ്മളുടെ ഗ്രാൻഡ് പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ മുന്നുണ്ടായിരുന്ന ഫ്യൂച്ചറിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു നമുക്ക് വേണ്ടി അത് കരുതി വെക്കുക എന്നുള്ളത്. അപ്പൊ അതാണ് ഗ്ലോബൽ റെസ്പോൺസിബിലിറ്റി ആണ്, എല്ലാവർക്കും ഉള്ള ഗ്ലോബലി ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണ്. അതുപോലെ ഫോക്കസിങ് ഓൺ ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിനെയാണ്. ഓക്കെ, അപ്പൊ ഈ കോൺസെപ്റ്റ് എന്താന്ന് മനസ്സിലായാലോ? ഈ റിസോഴ്സസ് അഥവാ എല്ലാ റിസോഴ്സസും നമുക്ക് നാച്ചുറലി അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാ റിസോഴ്സസും എന്താണ്? എല്ലാവർക്കും ഉള്ളതാണ്, ഓൾ ഹ്യൂമൻ കൈൻഡിനുള്ളതാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? എല്ലാ ഇൻക്ലൂഡ്സ് ഫ്യൂച്ചർ ജനറേഷനും കൂടി ഉള്ളതാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ TOCയും CHMഉം അഥവാ TOC ട്രജഡി ഓഫ് കോമൺസും അതുപോലെ തന്നെ കോമൺസ് എന്തായിരുന്നു? കോമൺസ് ഹെറിറ്റേജ് ഓഫ് മാൻകൈൻഡും അതും തമ്മിലുള്ള ഒരു ഡിബേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ TOC എന്ന് പറയുന്നത് കൺട്രോൾ ആൻഡ് റെസ്ട്രിക്ഷൻ ആണ് അതിൽ പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ്. അഥവാ ഗവൺമെന്റ് കൺട്രോൾ കൊണ്ടുവരിക അല്ലെങ്കിൽ ആക്സസ് റെസ്ട്രിക്ഷൻ കൊണ്ടുവരിക, പ്രൈവറ്റൈസേഷൻ ചെയ്യാന്നൊക്കെയാണ് നമ്മൾ അതിന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. CHMൽ നോക്കുകയാണെങ്കിൽ ഷെയറിങ്, കോപ്പറേഷൻ, ഇക്വാലിറ്റി ഒക്കെയാണ് നമ്മൾ CHMൽ നമ്മൾ ബേസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെന്റ് വ്യൂസ് ഓൺ ഗവേണൻസ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇത് TOCന്റെ ക്രിറ്റിസിസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഗ്നോർ സക്സസ്ഫുൾ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ്. ഇത് സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി മാനേജ്മെന്റിനെ ഇഗ്നോർ ചെയ്യുന്നു, തള്ളിക്കളയുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫേവേഴ്സ് ഡെവലപ്ഡ് കൺട്രീസിനെയാണ് കുറച്ചുകൂടി ഈ TOC ട്രജഡി ഓഫ് കോമൺസ് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്കാണ് ഒരു ചായ്വുള്ളത്. എന്തിന്? ഡെവലപ്ഡ് കൺട്രീസിലേക്ക്. പിന്നെ ഇൻക്രീസ് ഇനീക്വാലിറ്റി, ഇതെന്ത് ചെയ്യുന്നു? ഇനീക്വാലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനീക്വാലിറ്റി ഇഷ്യൂസ് ലൈക്ക് എന്തൊക്കെയാണ് വരുന്നത്? റിച്ച് നേഷൻസ് കൺട്രോൾ ആക്സസ്, പുവർ നേഷൻസ് സഫർ ചെയ്യുന്നു, അതുപോലെ ലീഡ്സ് ടു ഇൻജസ്റ്റിസിലേക്ക് ഇതൊരു കാരണമാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. അഥവാ ഇവിടെ ഇനീക്വാലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇനീക്വാലിറ്റിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇനീക്വാലിറ്റി ഇഷ്യൂസ് എന്തൊക്കെയായിരിക്കും? വലിയ മീൻസ് അഥവാ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിന് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലേക്ക് ഒരു ആക്സസ് വരുന്നു, അല്ലെങ്കിൽ അവരൊരു ഇത് വരുന്നു, അവരുടെ ഒരു ആക്സസ് വരുന്നു എന്നുള്ളത് പറയുന്നു.
പുവർ നേഷൻ, അതുകൊണ്ട് തന്നെ പുവർ നേഷൻസ് അതിന് വേണ്ടി സഫർ ചെയ്യുന്നു, അതിലേക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് സഫർ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, പിന്നെ ക്ലൈമറ്റ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നത്, ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഡെവലപ്ഡും ഡെവലപ്പിങ്ങും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഉണ്ട്, മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. അപ്പോൾ ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം ടെക്നോളജിക്കലി അഡ്വാൻസ്മെന്റ് ആയിട്ടുള്ള, എല്ലാ രീതിയിലും അഡ്വാൻസ്മെന്റ് ആയിട്ടുള്ള കൺട്രീസിനെയാണ് നമ്മൾ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയുന്നത് ആ ഡെവലപ്ഡ് ആയിട്ട് ആവാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്ന, അഥവാ ഇപ്പോൾ അതിന്റെ പ്രോസസ്സിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന, അഥവാ അഡ്വാൻസ്മെന്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന കൺട്രീസിനെയാണ് നമ്മൾ ഡെവലപ്പിംഗ് എന്ന് പറയുന്നത്. അണ്ടർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിലേക്ക് എത്താത്ത കൺട്രീസിനെയാണ് നമ്മൾ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ട് പറയാം. അപ്പം ഡെവലപ്ഡ് കൺട്രീസ് എന്ത് ചെയ്യുന്നു, മോർ എമിഷൻസ് കൊണ്ടുവരുന്നു, ബെറ്റർ റിസോഴ്സസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഇതിലായിട്ട് വരുന്നത്. പക്ഷെ ഡെവലപ്പിംഗ് കൺട്രീസ് ലെസ് റെസ്പോൺസിബിലിറ്റീസും മോർ വൾണറബിളും ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ക്ലൈമാറ്റിക് ജസ്റ്റിസിൽ ഇവ രണ്ട്, അഥവാ ഡെവലപ്ഡും ഡെവലപ്പിംഗ് കൺട്രീസും കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന കാര്യം എന്താന്ന് വെച്ചാൽ. ഓക്കെ, ഇനി അടുത്ത് നോക്കുന്നത് നമ്മൾ ഗ്ലോബൽ ഗവേണൻസ് ഓഫ് ക്ലൈമാറ്റിക് ചേഞ്ച്, അഥവാ നമ്മൾ ഈ യൂണിറ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് ക്ലൈമാറ്റിക് ചേഞ്ചിനെ കുറിച്ചിട്ടും കോമൺസിനെ കുറിച്ചിട്ടാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലൈമാറ്റിക് ചേഞ്ചിനെ കുറിച്ച് കോമൺസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ക്ലൈമാറ്റിക് ചേഞ്ചിലാണ് ഇപ്പം നമ്മൾ ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഗ്ലോബൽ ഗവേണൻസ് ഓഫ് ക്ലൈമാറ്റിക് ചേഞ്ചിന്റെ ഗ്ലോബൽ ഗവേണൻസിനെ നമ്മൾ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നോ സിംഗിൾ അതോറിറ്റി ആണ് ഇതിനുള്ളത്. അതുപോലെ റിക്വയർസ് കോപ്പറേഷൻ റിക്വയർ ചെയ്യുന്നുണ്ട്. കോംപ്ലക്സ് ഗ്ലോബൽ ആയിട്ടുള്ള ഇഷ്യൂ ആണെന്ന് പറയുന്നത്. ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള, വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ ഇഷ്യൂ ആണ് എന്തെന്ന് പറയുന്നത്, ഗ്ലോബൽ ഗവേണൻസ് അഥവാ ഗ്ലോബൽ ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു ചലഞ്ചസ് നോക്കുകയാണെങ്കിൽ കളക്റ്റീവ് ആക്ഷൻ പ്രോബ്ലം ഒരു ചലഞ്ചാണ്, അതുപോലെ തന്നെ ഫ്രീ റൈഡർ ഇഷ്യൂ ഒരു ചലഞ്ചാണ്, കോൺഫ്ലിക്ട് വിത്ത് നാഷണൽ സോവറിനിറ്റി ഒരു ചലഞ്ചാണ്. അപ്പൊ 3 ചലഞ്ചാണ് എന്തിനുള്ളത്, ഗ്ലോബൽ ഗവേണൻസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിനുള്ളത്. എന്തൊക്കെയായിരുന്നു, കളക്റ്റീവ് ആക്ഷൻ പ്രോബ്ലം, കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുക, അങ്ങനെയുള്ള ഒരു പ്രോബ്ലം. പിന്നെ അതുപോലെ തന്നെ ഫ്രീ റൈഡർ ഇഷ്യൂ, അത് പിന്നെ കോൺഫ്ലിക്ട് വിത്ത് നാഷണൽ സോവറിനിറ്റി എന്നുള്ളതാണ്. ഓക്കെ, ദെൻ പിന്നെ പറയാനാണെങ്കിൽ എക്സാമ്പിൾ ഓഫ് കോൺഫ്ലിക്റ്റിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോസിൽ ഫ്യൂവൽ യൂസസ് വേഴ്സസ് ലിമിറ്റഡ് അറ്റ്മോസ്ഫിയറിക് സ്പേസ്, അതുപോലെ തന്നെ നാഷണൽ ഇൻട്രസ്റ്റ് വേഴ്സസ് ഗ്ലോബൽ ഗുഡ് എന്നൊക്കെ ഉള്ളതാണ് ഇതിന് കോൺഫ്ലിക്റ്റിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഗ്ലോബൽ ഗവേണൻസിന്റെ മീനിങ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനേജിങ് ഗ്ലോബൽ ഇഷ്യൂസ് വിത്തൗട്ട് വേൾഡ് ഗവൺമെന്റ്, അഥവാ എന്ത് ചെയ്യുന്നു, ഗ്ലോബൽ ഇഷ്യൂസിനെ എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു, എന്ത് ഇല്ലാതെ, വേൾഡ് ഗവൺമെന്റ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നു, ഗ്ലോബൽ ഇഷ്യൂസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ടേം കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു വാക്കുകൊണ്ട് ഗ്ലോബൽ ഗവേണൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോർഡിനേഷൻ എമംഗ് നേഷൻസ് ആണ്. അപ്പൊ ഇതിൽ എന്താണ് വേണ്ടത്, നേഷൻസ് അഥവാ പല രാജ്യങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ പല കൺട്രീസ് തമ്മിലുള്ള എന്താണ്, കോർഡിനേഷൻ ആണ് ഇതിൽ വേണ്ടത്. ഓക്കെ, അപ്പം മാനേജിങ് ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാനേജിങ് ഗ്ലോബൽ ഇഷ്യൂസ് വിത്തൗട്ട് വേൾഡ് ഗവൺമെന്റ് ആണ്. കോർഡിനേഷൻ എമംഗ് ദ നേഷൻസ് ആണ്. ഓക്കെ, കോർഡിനേഷൻ എമംഗ് ദ നേഷൻസ് ആണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺട്രിബ്യൂഷൻ ഓഫ് എലിനോർ ഓസ്ട്രോം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, ഒരു പേഴ്സണാലിറ്റി ആണ്. അപ്പൊ അദ്ദേഹം എന്താ പറയുന്നത്, അദ്ദേഹം സ്റ്റഡീഡ് റിയൽ വേൾഡ് കോമൺസിനെ കുറിച്ചിട്ട് അദ്ദേഹം സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒപ്പോസിറ്റ് ഓൺലി ടോപ്പ് ഡൗൺ സൊല്യൂഷൻസ് ആണ് അതിൽ വന്നിട്ടുള്ളത്. ടോപ്പ് ഡൗൺ സൊല്യൂഷൻസിനെ ഒപ്പോസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ എംഫസൈസ്ഡ് കമ്മ്യൂണിറ്റി റോൾ, അത് എംഫസൈസ് ചെയ്യുന്ന എന്തിനെയാണ്, കമ്മ്യൂണിറ്റി റോളിനെയാണ് ഇദ്ദേഹം എലിനോർ ഓസ്ട്രോം എന്താണ് എംഫസൈസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ IAD ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, IAD ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ IAD, അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അനലൈസിസ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഫുൾ ഫോം. അത് മീൻസ് ആ ഫ്രെയിംവർക്ക് എന്താ പറയുന്നതെന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ഗവേണൻസ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. ലൈക്ക് ഫോക്കസ് ഓൺ റൂൾസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ, ഇതെന്ത് ചെയ്യുന്നു,
റൂൾസിനെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഫോക്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, IAD ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്താണ്? IADന്റെ ഫുൾ ഫോം എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ അനലൈസിസ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് ഡിസൈൻ പ്രിൻസിപ്പിൾസ്. ഇദ്ദേഹത്തിന്റെ തന്നെ ഡിസൈൻ പ്രിൻസിപ്പിൾ, ആരുടെ തന്നെ? എലിനോർ ഓസ്ട്രോമിന്റെ തന്നെ ഡിസൈൻ പ്രിൻസിപ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ബൗണ്ടറീസ് കുറിച്ച് പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ റൂൾസ് സ്യൂട്ടഡ് ടു ലോക്കൽ നീഡ്സ്, പാർട്ടിസിപ്പേഷൻ, മോണിറ്ററിങ്, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ കൂടുതൽ പ്രിൻസിപ്പിൾസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാങ്ഷൻസ് ഫോർ വയലേഷൻസ്, കോൺഫ്ലിക്ട് റിസൊല്യൂഷൻ, റൈറ്റ് ടു ഓർഗനൈസ്, മൾട്ടി ലെവൽ ഗവേണൻസ് ഒക്കെയാണ് കൂടുതൽ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി പോളിസി പ്രിൻസിപ്പിൾ ആയിട്ട് ഇദ്ദേഹം പറയുന്നത് എന്താണ്? നോ സിംഗിൾ സൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. സ്മോൾ ആക്ഷൻസും മാറ്റർ ആവുന്നുണ്ട്, ക്ലൈമാറ്റിക് ചേഞ്ചിലേക്ക് അത് ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കോണ്ടെക്സ്റ്റ് മാറ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ മൾട്ടി ലെവൽ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൾട്ടി ലെവൽ എന്ന് പറഞ്ഞാൽ ലോക്കൽ, നാഷണൽ, ഗ്ലോബൽ ലെവൽ, എല്ലാ ലെവലിലുമുള്ള ആൾക്കാർ ചേർന്നതാണ് എന്ന് പറയുന്നത് മൾട്ടി ലെവൽ ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത് എന്തിനെ കുറിച്ചിട്ടായിരുന്നു? ഗ്ലോബൽ ഗവേണൻസിനെ കുറിച്ചിട്ടായിരുന്നു. ഗ്ലോബൽ ഗവേണൻസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ അതോറിറ്റി അല്ല, ഇതിന് കോപ്പറേഷൻ വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് കോംപ്ലക്സ് ഗ്ലോബൽ ഇഷ്യൂ ആണ് എന്നുള്ളതാണ് പറയുന്നത്, ക്ലൈമാറ്റിക് ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ചലഞ്ചസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിന് എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിന്റെ മെയിൻ മീനിങ്, ഗ്ലോബൽ ഗവേണൻസിന്റെ മീനിങ് എന്താണ്? മാനേജിങ് ഗ്ലോബൽ ഇഷ്യൂസ് വിത്തൗട്ട് വേൾഡ് ഗവൺമെന്റ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് IAD ഫ്രെയിംവർക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓസ്ട്രോമിന്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രിൻസിപ്പിൾസിൽ തന്നെ പറയാനാണെങ്കിൽ നമ്മൾ 3-4 പ്രിൻസിപ്പിൾ നോക്കി, അത് കൂടാതെയുള്ള പ്രിൻസിപ്പിൾ നോക്കി, പിന്നെ പോളിസി പ്രിൻസിപ്പിൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് മൾട്ടി ലെവൽ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇപ്പം? ഇനി നമ്മൾ നോക്കുന്നത് അതിന്റെ കൺക്ലൂഷൻ പാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ കോമൺസ് ആർ അണ്ടർ ത്രെറ്റ് ആണ്. ഗ്ലോബൽ കോമൺസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഗ്ലോബൽ കോമൺസ്? അതെ, അപ്പൊ ഗ്ലോബൽ കോമൺസ് എന്താണ്? ത്രെട്ടിലാണ്. ഗ്ലോബൽ കോമൺസ് അണ്ടർ ത്രെട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ഒരു മേജർ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. നമ്മൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് എന്തെന്ന് പറയുന്നത്? ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പല കാര്യങ്ങളും പ്ലാൻ ചെയ്യണം. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഗോൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, 17 ഗോൾസ്. അതിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നീഡ്സ്, ഗ്ലോബൽ കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നീഡ്സ് ഗ്ലോബൽ കോപ്പറേഷൻ ആണ്, എസെൻഷ്യൽ ഫോർ സസ്റ്റൈനബിലിറ്റി ആണ്. പിന്നെ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഗവേണൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഉള്ളത്. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഓഫ് നേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് അഥവാ സസ്റ്റൈനബിലിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത്? പാർട്ട്ണർഷിപ്പ്, നേഷൻസും ഗ്ലോബലി ആയിട്ടുള്ള ഒരു കോർപ്പറേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു? കോൺസെപ്റ്റ് അഥവാ എന്താണ് കോമൺസ്? ഷെയർഡ് റിസോഴ്സസ് യൂസ്ഡ് കളക്റ്റീവ്ലി ആണ് നമ്മൾ പഠിച്ചു. അതെന്ത് ബേസ് ചെയ്തിട്ടാണെന്ന് പഠിച്ചു. എന്തൊക്കെയാണ് കോമൺ റിസോഴ്സസ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ പറയാനാണെങ്കിൽ ഇന്റർനാഷണൽ നാഷണൽ കോമൺസ്, ടൈപ്സ് ഓഫ് കോമൺസിനെ കുറിച്ച് പഠിച്ചു. ക്ലൈമാറ്റിക് ചേഞ്ചിന്റെ ഡെഫിനിഷൻ, പിന്നെ TOC, CHM, അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള ഡിബേറ്റ് കാര്യങ്ങൾ നമ്മൾ നോക്കി. പിന്നെ അതുപോലെ തന്നെ ഗ്ലോബൽ ഗവേണൻസ് എന്താണ് നമ്മൾ നോക്കി. ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ പഠിക്കണം. നമുക്കൊരു essay ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ എഴുതണം. ക്ലൈമാറ്റിക് ചേഞ്ച് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ അപ്പോൾ ഞാൻ രണ്ട് പേഴ്സണാലിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗാരറ്റ് ഹാർഡിനും അതുപോലെ തന്നെ ആർവിഡ് പാർഡോ. ആ പേരുകൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, thank you.